വേണുഗോപാൽ ഫ്രീബീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ SIR-ൽ നിന്ന് SIR പ്രകാരം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണമായിട്ട് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചതാണ് മഹാസഖ്യം ഉന്നയിക്കുമെന്ന്. അതിനപ്പുറത്ത് മറ്റു കാര്യങ്ങളിലേക്ക് പോകുവാൻ അവർക്ക് കഴിയില്ല. പക്ഷേ ഈ വോട്ട് കട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ സന്തോഷ് ചൂണ്ടിക്കാണിച്ച പോലെ ഒവൈസിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി, അതും അവസാനം ഇതേ രീതിയിൽ തന്നെ വർക്ക് ചെയ്തു എന്ന് വേണ്ടേ കരുതാൻ. മഹാസഖ്യത്തിന്റെ വോട്ട് കട്ടറായിട്ട് മാറി. ഞാൻ അതിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു വാക്ക് മാത്രം ഫ്രീബീസിനെ കുറിച്ച് പറഞ്ഞോട്ടെ. ഫ്രീബീസ് എന്ന് പറയുന്നത് ഈ ഇലക്ഷന് തൊട്ട് മുൻപും ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു വന്നാൽ ഉടനെയും ഞങ്ങൾ വോട്ടറുടെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കും എന്ന് പറയുന്നത് അവസാനിപ്പിക്കേണ്ട കാലമായി. ഇതിന് പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടെ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് അടുത്ത ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 6 മാസം മുമ്പെങ്കിലും ഇനി യാതൊരുവിധ ഫ്രീബീസും പ്രഖ്യാപിക്കാൻ പാടില്ലെന്നും തിരിച്ച് അതുപോലെ തന്നെ അധികാരത്തിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇന്നത് തരുമെന്ന് പറയുന്നതും അവസാനിപ്പിക്കേണ്ടതാണ്. ഇത് ഒരു വലിയ വൈതരണി തന്നെ, നമ്മുടെ ഖജനാവ് മുടിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് അവസാനം മാറും. രാജ്യത്തെയും സംസ്ഥാനത്തെയും തുലയ്ക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറുമെന്നുള്ളതിന് സംശയമില്ല. ഇനി ഇതുകൊണ്ടാണോ BJPയുടെ വിജയമെന്ന് ചോദിച്ചാൽ തീർച്ചയായും അതുകൊണ്ടല്ല എന്ന് ഞാൻ പറയും. കാരണം പക്ഷെ അതൊരു കാരണമായി. അല്ല, അതിവിടെ ഇല്ല. ഇപ്പം ഡൽഹിയിൽ ഇതൊക്കെ കെജ്രിവാൾ തുടങ്ങി വെച്ചു. പിന്നെ BJP അവിടെ 2 പ്രാവശ്യം അതില്ലാതെ ഫൈറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ രക്ഷയില്ല. അവസാനം ഫ്രീബീസ് കൊടുത്ത് അവിടെ ജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് മഹാരാഷ്ട്രയെ കൊണ്ടുവന്നു, അത് കഴിഞ്ഞിട്ട് ഹരിയാനയെ കൊണ്ടുവന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബീഹാറെ കൊണ്ടുവന്നു. ഇത് കോൺഗ്രസും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാ പാർട്ടികളും ഇത് അവസാനിപ്പിക്കണം. ഇത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇലക്ഷന് മുമ്പ് പോക്കറ്റിൽ കാശിട്ട് കൊടുക്കുന്നതും ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഉടനെ തന്നെ ഞങ്ങൾ ഇട്ട് തരാമെന്ന് പറയുന്നതും രണ്ടും ശരിയല്ല. ഇത് രണ്ടും അവസാനിപ്പിക്കണം. അതിന് സുപ്രീം കോടതിയുടെ ഒരു ക്ലിയർ ഡയറക്ഷൻ ആവശ്യമാണ്. ഇത് നമ്മുടെ ഖജനാവ് തുറക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞത് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. ഇനി അതിലല്ല ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്, ഇതുകൊണ്ട് മാത്രമല്ല BJP അവിടെ വിജയിച്ചത്. അതിൻ്റെ പ്രധാന കാരണം, ഞാൻ ആനന്ദ ബസാർ പത്രിക എന്ന് പറഞ്ഞ ബംഗാളിലെ മനോരമ എന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് വലിയ ഒരു പത്രത്തിൻ്റെ ഒരു ലേഖകൻ, അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് റിട്ടയറായി, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ BJP ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു പാർട്ടിക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇലക്ഷൻ തന്ത്രം 6 മാസം മുമ്പേ അവർ ഫൈനലൈസ് ചെയ്യണം. ഗ്രൗണ്ടിൽ തന്നെ അല്ല, ഗ്രൗണ്ടിലല്ല, ഡൽഹിയിലിരുന്ന് ഫൈനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ പാറ്റ്നയിലിരുന്ന് ഫൈനലൈസ് ചെയ്യണം. അവരുടെ ആൾക്കാർ ചേർന്നുകൊണ്ട് 6 മാസം മുമ്പേ സ്ട്രാറ്റജി നിശ്ചയിക്കുകയാണ്. അതിൽ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, 243 മണ്ഡലങ്ങളിൽ ആരൊക്കെ ഏതൊക്കെ സെഗ്മെൻറ്റുകൾ ഉണ്ട്, അതായത് കിസാൻ, മഹിള, അത് ഗരീബി എല്ലാം പോയിട്ട്, പിന്നെ ജാതി വിഭാഗങ്ങൾ എത്രയുണ്ട് അതും നോക്കുകയാണ്. പിന്നെ 243 മണ്ഡലങ്ങളിൽ ആരെ നിർത്തിയാലായിരിക്കും ഇവരെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയുക, ഇവർക്കൊരു പിന്നെ വോട്ടിങ്ങിനൊരു ത്വര ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി തയ്യാറാക്കുകയാണ്. ഈ സ്ട്രാറ്റജി 6 മാസം മുമ്പേ തയ്യാറാക്കിയിട്ട് പിന്നെയാണ് സീറ്റ് ഷെയറിംഗ് വരുന്നത്. ഈ സീറ്റ് ഷെയറിംഗ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതിനെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനാർത്ഥി നിർണയം വരുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയം വന്നിട്ടാണ് മോദി, അമിത്ഷാ പാർട്ടികളെല്ലാം അവിടെ ഇറങ്ങി പിന്നെ 50ഓളം റാലികൾ, മഹാറാലികൾ നടത്തി പ്രചരണങ്ങൾ ആയിട്ട്. അവിടെ അതായത് മുക്കിലും മൂലയിലും വരെ ഈ വലിയ ലീഡർമാരെത്തുന്ന വിധത്തിൽ പിന്നെ യോഗി ഉൾപ്പെടെയുള്ളവർ വന്ന് വലിയ റാലികൾ നടത്തി, പ്രചരണം നടത്തി. ഇതും കഴിഞ്ഞിട്ട് 7-8 ലക്ഷം, ഇതാണ് പ്രധാനം, 7-8 ലക്ഷം RSS BJP പ്രവർത്തകർ ഈ 7.5 കോടി വോട്ടർമാരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു മാസങ്ങൾ. ഇത് ഇന്ത്യയിലെ മറ്റൊരു